നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഒരു മന്ത്രിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് GR അനിൽ എന്നാണ്. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇപ്പോൾ സഖാവും അന്ന് കോൺഗ്രസുകാരനുമായിരുന്ന PS പ്രശാന്തിനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം MLA ആവുന്നത്. തുടർന്ന് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാവുകയായിരുന്നു. ഈ മന്ത്രി ചുമതലയേറ്റതിൽ പിന്നെ ഇവിടെ ഭക്ഷ്യവില കുറഞ്ഞിട്ടേയില്ല. അവശ്യ സാധനങ്ങളുടെ വില കുറയ്ക്കാനോ അത് നിയന്ത്രിക്കാനോ അതിനുവേണ്ടി വിപണിയിൽ ഇടപെടാനോ സർക്കാർ സംവിധാനങ്ങൾ വഴി ന്യായവിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കാനോ ഒന്നും തന്നെ ഇദ്ദേഹത്തിനോ ഇദ്ദേഹത്തിന്റെ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല, ഇദ്ദേഹം ചില വിഷയങ്ങളിലൊക്കെ അങ്ങ് ഇടപെടും. ആള് ശുദ്ധനാണ്. പക്ഷേ ഇത്തിരി കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള അല്പം കുബുദ്ധിയൊക്കെ ഉണ്ട് താൻ. ഇദ്ദേഹം പണ്ട് വട്ടപ്പാറ CI ആയിരുന്ന ഗിരിലാൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചെന്തോ കാര്യത്തിന് ചൂടാവുകയും പോലീസുകാരൻ ആ ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിന് നേരെ തിരിച്ച് ചൂടാവുകയും ചെയ്തതൊക്കെ മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. അതായത് ഒരു മന്ത്രിയായിട്ട് പോലും ഇദ്ദേഹത്തിന് പോലീസിനോട് കാര്യങ്ങൾ നേരാവണ്ണം ചോദിച്ചറിയാനോ അല്ലെങ്കിൽ അത് ആ രീതിയിൽ അവതരിപ്പിക്കാനോ കഴിയില്ല. അപ്പോൾ ഇദ്ദേഹം മന്ത്രി ആയില്ലെങ്കിലും ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുമെന്നും മന്ത്രിയാകാൻ പറ്റുമെന്നും ഉള്ള വിശ്വാസം, പ്രതീക്ഷ GR അനിലിന് ഇല്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇനിയിപ്പം 5-6 മാസം കഴിഞ്ഞാൽ സ്റ്റേറ്റ് കാർ പോകും. അപ്പോഴാ പുതിയ സ്റ്റേറ്റ് കാർ ഒരെണ്ണം അല്ലെങ്കിൽ സർക്കാർ വാഹനം ഒരെണ്ണം മുറ്റത്ത് വേണ്ടേ എന്ന് അദ്ദേഹം ചിന്തിച്ചു കാണും. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണ് ഡോക്ടർ R ലതാദേവി, ഇപ്പോഴത്തെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇവർ നേരത്തെ ചടയമംഗലം MLA ആയിരുന്നു. ഇത്തവണ ഇവർ കോർപ്പറേഷനിൽ സീറ്റ് ഒപ്പിച്ചത് അർഹരായ പല വനിതാ നേതാക്കളെയും CPI നേതാക്കളെയും ഒക്കെ പറ്റിച്ചും വെട്ടിച്ചും പല കളികൾ കളിച്ചുമാണ് എന്ന് കേൾക്കുന്നു. മന്ത്രി GR അനിലിന്റെ സ്വാധീനത്തിൽ ആണ് സഹധർമ്മിണിക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത്. പുതിയ കാറൊരെണ്ണം മുറ്റത്ത് കിടക്കണ്ടേ? ഇനിയിപ്പോൾ മുൻ മന്ത്രി എന്ന് പറഞ്ഞാൽ, എക്സ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നുമില്ല. പക്ഷേ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അല്പം നിലയും വിലയും ഒക്കെ ഉണ്ടല്ലോ. കാറും കിട്ടും, മറ്റ് ആനുകൂല്യങ്ങളും കിട്ടും. കാരണം കുടുംബത്തിന് ഒന്നടങ്കം ആനുകൂല്യങ്ങൾ കിട്ടുമല്ലോ. ജനങ്ങളുടെ പണമാണ്, എന്നാൽ പോലും കിട്ടുമല്ലോ. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒന്ന് പോകുമ്പോൾ അടുത്തത് പിടിക്കുക. ഇത് കുബുദ്ധിയാണോ സുബുദ്ധിയാണോ എന്ന് പ്രേക്ഷകർ ചിന്തിച്ചാൽ മതി. ഇത്തരത്തിൽ പലരും പല കാര്യങ്ങളും നോക്കിയും കണ്ടും വച്ചിട്ടുണ്ട്. മന്ത്രിസ്ഥാനവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളും അല്ലെങ്കിൽ കോർപ്പറേഷനുകളോ അല്ലെങ്കിൽ ബോർഡുകളുടെയൊക്കെ തന്നെ സ്ഥാനങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. പുതിയ സർക്കാർ കടന്നു വന്നേക്കാം. ഇനിയിപ്പോൾ ഈ സർക്കാർ തന്നെയാണ് തുടരുന്നതെങ്കിൽ പോലും ഇവർക്ക് ഈ സ്ഥാനമാനങ്ങൾ കിട്ടണം എന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഓടുന്നതിന് ഒരു മുഴം മുമ്പേ എറിഞ്ഞ് പല കാര്യങ്ങളും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പല പ്രധാനപ്പെട്ട സഖാക്കളുടെയും ഭാര്യമാരും വേണ്ടപ്പെട്ടവരും ഒക്കെ തന്നെ മത്സരിച്ചിട്ടുണ്ട്. പലരും ജയിച്ചിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ കൂടി അവർക്ക് എന്തെങ്കിലും ഒരു സ്വാധീനം പൊതുവെ ഉണ്ടാക്കാം, രാഷ്ട്രീയ സ്വാധീനം പൊതുവെ ഉണ്ടാക്കാം എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന് ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് മന്ത്രി GR അനിലിൻ്റെത്. ഈ സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് അഴിമതികളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കമ്പനികൾക്ക് പണം കൊടുക്കാനുണ്ട്. പാവപ്പെട്ട നെൽകർഷകർക്ക് കോടിക്കണക്കിന് രൂപ കുടിശ്ശിക കൊടുക്കാനുണ്ട്. നെല്ലുകൾ പലരുടെയും സംഭരിക്കാതെ കിളിർത്തും ചീഞ്ഞും പുഴുത്തും പോയ കഥയുമുണ്ട്. അതിലൊന്നും ഒരു കുഴപ്പവും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന്റെ സ്ഥാനം സേഫ് ആക്കി വെക്കണം. അല്ലെങ്കിൽ ഭാര്യയെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി ഇനിയിപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കാറിലായാലും അടുത്ത വർഷം മുതൽ സഞ്ചരിക്കാം, എങ്ങോട്ട് വേണമെങ്കിലും പോകാം. മുൻമന്ത്രി എന്നുള്ള ഒരു പ്രിവിലേജും കിട്ടും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് എന്നുള്ള അംഗീകാരവും കിട്ടും. ഇവിടെ ജനങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാലെന്ത്, കർഷകർ ബുദ്ധിമുട്ടിയാലെന്ത്, അവരുടെ നെല്ല് ചീഞ്ഞു പോയാലെന്ത്, കിളിർത്തു പോയാലെന്ത്, അവർക്ക് പണം കിട്ടിയില്ലെങ്കിൽ എന്ത്, പാവപ്പെട്ടവന് സപ്ലൈകോ വഴി അവശ്യ സാധനങ്ങൾ ന്യായവിലയ്ക്ക് കൊടുത്താലെന്ത്, കൊടുത്തില്ലെങ്കിൽ എന്ത്, കോടിക്കണക്കിന് രൂപയുടെ ഇറക്കുമതിയിലും അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങുന്നതിലുമൊക്കെ ഇവിടെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് അഴിമതി നടത്തിയാലെന്ത്, ഒരു കുഴപ്പവുമില്ല. അവനവൻ സേഫ്, അവനവന്റെ കാര്യം കുടുംബമടക്കം സേഫായി വെക്കുക എന്നുള്ളതാണ് GR അനിൽ സഖാവ് ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു.